നവകേരള ബസ്സിനെ ഏറ്റെടുത്ത യാത്രക്കാർ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ വലിയ വരുമാനമാണ് ബസ് KSRTCക്ക് നേടിക്കൊടുത്തത്. ഗരുഡ പ്രീമിയം എന്ന പേരിൽ ഇറക്കിയ ബസ് ബാംഗ്ലൂരിലേക്കുള്ള 20 ദിവസത്തെ സർവീസിൽ നേടിയ വരുമാനം 9 ലക്ഷത്തിന് മുകളിലാണ്. ഈ മാസം 5-നാണ് ഗരുഡ പ്രീമിയം എന്ന പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിനായി സഞ്ചരിച്ച ബസ് KSRTCയുടെ അന്തർ സംസ്ഥാന പാതയിൽ സർവീസ് തുടങ്ങിയത്. കോഴിക്കോട് ബംഗളൂരു പാതയിൽ ദിനംപ്രതി 2 സർവീസുകളാണ് ബസ് നടത്തുന്നത്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ബസ്സിനെ യാത്രക്കാർ ഏറ്റെടുത്തുവെന്നാണ് കളക്ഷൻ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 20 ദിവസത്തിനുള്ളിൽ 9,14,401 രൂപയാണ് ബസ്സിൻ്റെ ആകെ വരുമാനം. ഒരു ദിവസത്തെ ശരാശരി വരുമാനം 45,000-നും മുകളിൽ. സർക്കാർ നൽകിയ KSRTC നൽകിയ ഈ പ്രീമിയം AC ബസ്സിനുള്ള കളക്ഷൻ ആവറേജ് നമുക്ക് മെച്ചമുള്ളതാണ്. ആളുകൾ നല്ല സ്വീകരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നമുക്ക് മിക്ക ദിവസങ്ങളും ഇത് ഫുള്ളായിട്ടാണ് പോകുന്നത്. ഹൈഡ്രോളിക് ലിഫ്റ്റും ടോയ്ലറ്റും അടക്കം ആധുനിക സജ്ജീകരണങ്ങൾ ബസ്സിലുള്ളതും യാത്രക്കാർക്ക് ബസ്സിനെ പ്രിയപ്പെട്ടതാക്കിയിട്ടുണ്ട്. ഈ ബാത്റൂം സൗകര്യങ്ങളുണ്ട്, ആളുകൾക്കൊരു സൗകര്യമാണല്ലോ യാത്ര ചെയ്യാൻ, ലോങ് യാത്ര ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് സുഖമില്ലാത്ത ആളുകൾക്കൊക്കെ ലിഫ്റ്റ് ഉപയോഗിച്ച് ബസ്സിൽ കയറാനും സ്ത്രീ യാത്രക്കാർക്കൊക്കെ ബാത്റൂം ഉപയോഗിക്കാനൊക്കെ സൗകര്യമുണ്ടല്ലോ. 1,171 രൂപയാണ് ബസ്സിൻ്റെ ടിക്കറ്റ് നിരക്ക്. എന്നാൽ ബസ് പുറപ്പെട്ട ശേഷം മറ്റ് സ്റ്റോപ്പുകളിൽ നിന്ന് കയറുന്ന യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്കിൽ വ്യത്യാസമുണ്ടാകും. സീസൺ ദിവസങ്ങളല്ലെങ്കിലും നിറഞ്ഞ യാത്രക്കാരുമായാണ് ബസ്സിൻ്റെ യാത്ര. റമീസ് മുഹമ്മദ്, കൈരളി ന്യൂസ്, കോഴിക്കോട്.